ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു നൈറ്റ് വ്ളോഗാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ കൊച്ചിയിൽ വന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ തോന്നുന്നു മീൻ വാങ്ങിക്കുന്നത് കേട്ടോ. അധികം മീൻ വാങ്ങിക്കാറില്ല. അപ്പോൾ മത്തിയാണ് വാങ്ങിച്ചിട്ട് വന്നത്. ക്ലീൻ ചെയ്ത മത്തിയായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മത്തി ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ക്ലീൻ ചെയ്തതാണ് ഇനി ഒന്ന് വാഷ് ചെയ്യട്ടെ. എന്നിട്ടൊരു മീൻ കറി വെക്കണം, മീൻ വറുക്കണം. അതൊക്കെയാണ് ഇന്ന് രാത്രി ഡിന്നറിന്. അപ്പോൾ അത് കംപ്ലീറ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ മീൻകറി ഉണ്ടാക്കാൻ പുളിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതാ കുറച്ച് എണ്ണ ഒഴിച്ചു, പിന്നെ അതിലേക്ക് ഉലുവട്ട് കുറച്ച് സവാള ഇട്ടിട്ട് പിന്നെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വലിയ ജീരകത്തിൻ്റെയും പേസ്റ്റാണ് കേട്ടോ. അതിട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു, തക്കാളി ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി ഇടണം കേട്ടോ. ഒരുപാട് എരിവില്ല, ഒരു നോർമൽ സ്പൈസി ആയിട്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഇനി അതിലേക്ക് മത്തി ഇടാം കേട്ടോ. ഇനി കുറച്ച് മത്തിയുണ്ട്, ബാക്കി മത്തിയുണ്ട്. അപ്പോൾ മത്തി എടുത്തിട്ട് ബാക്കി വറക്കാം. രാത്രിക്ക് ഇതാ ചോറ് ഞാൻ കുറച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അതൊക്കെ ആയിട്ടുണ്ട്. അത് ചോറൊക്കെ എടുത്തിട്ട് ഊറ്റാട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കുറച്ച് ഗ്രീൻ പീസും കിഴങ്ങും കൂടി ഇട്ടിട്ടൊരു മസാലക്കറി രൂപത്തിലുണ്ടായിരുന്നു അതും. പിന്നെ ചീരക്കറി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, കുറച്ച് സാലഡും മീൻകറിയും. അതായിരുന്നു ഇന്നത്തെ രാത്രിത്തെ ഡിന്നർ കേട്ടോ. അപ്പോൾ മീൻകറി ഇവിടെ കുറവാണ് വെക്കുന്നത്. ഞാൻ തോന്നുന്നുണ്ടായ രണ്ടാമത്തെ വട്ടത്തെ മീൻകറി ഇവിടെ വെക്കുന്നത്. കാരണം മീൻ അങ്ങനെ വാങ്ങാറില്ല കേട്ടോ അവിടെ. അപ്പോൾ ഇവിടെ കൂടെ അങ്ങനെ മീൻ വരില്ല. പിന്നെ നമ്മൾ മീൻ മാർക്കറ്റിൽ പോയിട്ട് വേണം വാങ്ങാൻ. പിന്നെ ചിക്കനാണ് എളുപ്പം കഴുകാനും ക്ലീൻ ആക്കാനും ഒക്കെ. അതാണ് എളുപ്പം. ഇവരെയും കൊണ്ട് കുട്ടികളെയും കൊണ്ടൊക്കെ അതാണ് ഒന്നുകൂടി എളുപ്പം കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ എന്തായാലും ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ക്ലീനിങ് ഉണ്ട്, പാത്രം കഴുകാനുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. സമയം ഇപ്പോൾ 10 മണിയായിട്ടോ. ഒന്ന് നല്ല ലേറ്റായി. കാരണം മീനും കൊണ്ട് മീൻ കറിയും ഒക്കെ വെച്ചിട്ട് ഒരുപാട് ഇന്ന് ലേറ്റായിട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തു. ഞങ്ങളെല്ലാവരും ഇതാ ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ക്ലീനിങ്, ഇതാണ് മെയിൻ. എത്ര നമ്മൾ ക്ലീൻ ചെയ്താലും വീണ്ടും ക്ലീനിങ്ങിൽ പാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തായാലും ഫുള്ളി ക്ലീൻ ചെയ്തിട്ട് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ.
കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനവിടെ ഞാൻ ഒരു ക്യാമറ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഫോൺ സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് അത് ഇളക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ സ്റ്റാൻഡുമ്പോൾ നല്ല കളിയാണ്. അത് അവർ ഈ ഫോൺ സ്റ്റാൻഡൊക്കെ വെച്ച് കണ്ടാൽ വീഡിയോ എടുക്കാനും ഒന്നിനും സമ്മതിക്കില്ല. അത് അവരങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഫോണും കിട്ടില്ല, ഫോൺ സ്റ്റാൻഡും ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അവരൊന്നും അങ്ങനെ അടുക്കളയ്ക്ക് വരുമ്പോഴോ അങ്ങനത്തെ വരുമ്പോഴൊന്നും വീഡിയോ എടുക്കാൻ കഴിയില്ല. ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷേ അവർ കണ്ട ഫോൺ സ്റ്റാൻഡും ഒക്കെ എടുത്തുകൊണ്ട് പോകും. ഒന്നും ഫ്രീ ആയിട്ടൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും അവരിടാൻ സമ്മതിക്കില്ല. ഇപ്പോൾ ഇതാ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട് കേട്ടോ. ഇനി മേലെഴുകണം. കുട്ടികളൊന്നും ഇപ്പോൾ ഉറങ്ങില്ല, കാരണം ഇവരൊക്കെ നന്നായിട്ട് ലേറ്റായിട്ട് ഉറങ്ങാനാണ്. അപ്പോൾ ആളിതാ സ്റ്റാൻഡുമ്മ കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.